ഹായ്, ഇന്ന് മറ്റൊരു വീഡിയോയുമായാണ് ഞാൻ വന്നേക്കുന്നത് കേട്ടോ. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ചക്ക വെച്ചൊരു ബജിയാണ്. അതൊരു നമുക്ക് പിഞ്ച് ചക്കയായിരിക്കണം എടുക്കേണ്ടത്. അതായത് നമ്മൾ ഇടിച്ചക്കയ്ക്ക് എടുക്കുന്ന പാകത്തിനുള്ള ചക്കയായിരിക്കണം എടുക്കേണ്ടത്. കണ്ടില്ലേ, ഇത് ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് കുക്കറിനകത്ത് ഒരു വിസിൽ കേൾപ്പിച്ചതാണ് കേട്ടോ. അതാണ് ഈ രീതിയിലിരിക്കുന്നത്. കണ്ടില്ലേ, ഈ വെള്ളത്തിലേക്ക് പിന്നെ ഇതോടെ മാറ്റി വയ്ക്കാം. പിന്നെ ഇതിന് വേണ്ടുന്ന അത്യാവശ്യമായിട്ട് വേണമെന്ന് വെച്ചാൽ കടലമാവാണ്. കടലമാവും അരിപ്പൊടിയുമാണ് കേട്ടോ. ഇത് കണ്ടില്ലേ. പിന്നെ ഇതിന് ചേർക്കേണ്ട ചേരുവകളെന്ന് വെച്ചാൽ മുളക് പൊടി, അതെ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ക്യാപ്സിക്കം നിർബന്ധമല്ല, പച്ചമുളകൊന്നും നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ മല്ലിയില, പെരുംജീരകം, പിന്നെതാ കായം, ഒരു മുട്ട, പിന്നെ ഒരിത്തിരി ഫ്ലേവറിന് വേണ്ടി ടൊമാറ്റോയുടെ സോസ്, പിന്നെ കറിവേപ്പില, സ്വന്തം കറിവേപ്പില. ഇത്രയുമാണ് ഇത് ചേർക്കണം. ഇനി നമുക്ക് ഇത് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോഴിത് മിക്സിയിൽ ഇത് ചതച്ചത് ഈ പാകത്തിനാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതാണ് പാകം. ഇതിലേക്ക് നമുക്ക് ഇനി കടലമാവ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും ഏകദേശം ഇത്രയും ഉള്ളു കേട്ടോ. ഒരു വലിയൊരു ബൗളിന് ഒരു ബൗൾ വരുവേ. അതിലേക്ക് നമുക്ക് ഒരു 5 സ്പൂൺ കടലമാവ് ചേർത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കേട്ടോ. അതിൻ്റെ കൂടെ നമുക്കൊരു 3 സ്പൂണ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി കൂടി ചേർത്ത് കൂടാതെ നമുക്കിത് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആദ്യം നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ, അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്കിത് ഒരു 1.5 സ്പൂൺ മുളക് കൂടി ചേർത്ത് കൊടുക്കാം. കൂടാതെ നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്നില്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയും, അതും കൂടി ചേർത്ത് കൊടുക്കാം. ഈ ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. കൂടാതെ മല്ലിയില, ഇതിനോടൊപ്പം നല്ലത് ഒരു മുട്ട, ചേർക്കാം. കൂടാതെ 1 സ്പൂൺ പെരുംജീരകം, കൂടാതെ നമ്മുടെ സ്വന്തം കറിവേപ്പില, അതും കുറച്ചങ്ങ് ഒരു ഒത്തിരി ഇട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ. അതിന് അളവൊന്നുമില്ല, ഇങ്ങനെ വാരി തട്ടുക. എന്നിട്ട് നമുക്ക് ഇതെല്ലാം കൂടാതെ നമുക്ക് കായം കുറച്ച് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതെല്ലാം കൂടി തന്നെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കട്ടെ. കുറച്ച് വെള്ളം ഒഴിച്ചാൽ അപ്പോഴിതേ ഈ പാകത്തിന് ഞാൻ ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിലൊരല്പം നമുക്ക് ടൊമാറ്റോയുടെ ഫ്ലേവർ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി യോജിപ്പിക്കാം. അപ്പോഴേ ഇതാണ് പാകം. ഈ രീതിയിലാക്കി എടുക്കുക കേട്ടോ. കണ്ടില്ലേ, ഇതാണ് പാകം. ഇനി നമുക്ക് അടുപ്പ് വയ്ക്കാം. നമ്മൾ ഗ്യാസ് ഉണ്ടാക്കി ഇത് ചട്ടിയിൽ ചൂടാവട്ടെ. ചട്ടി ചൂടായി വരട്ടെ. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇത് നമ്മുടെ എണ്ണ അത് ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണ്ടേ. ഇതിലേക്ക് നമുക്ക് ചെറിയ പീസാക്കി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഒന്ന് പാകമായി വരട്ടെ. അപ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാമേ. സൈഡ് നല്ല രീതിയിലായിട്ട്
അപ്പോഴേ ഇതാണ് പാകം. കണ്ടില്ലേ, ഇതാണ് പാകമായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിനകത്തേക്ക് മാറ്റാം. അപ്പോഴും എല്ലാവരും കണ്ടല്ലോ പിന്നെ ചക്ക ബജി. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ഇപ്പോൾ ഒത്തിരി ചക്കയുള്ള മാസമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.